ഹായ് ഫ്രണ്ട്സ്, ഒന്ന് സൺഡേ ആയിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? അങ്ങനെ നേരെ നമ്മൾ താഴെ വന്ന് രജിസ്റ്ററിലൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് വലിയ തിട്ടമൊന്നുമില്ല കേട്ടോ. എങ്കിലും നമ്മൾ തീരുമാനിച്ചായിരുന്നു ഇന്ന് ദൂരോട്ടെങ്ങും പോകേണ്ട, AGVയിലൊക്കെ തന്നെ കറങ്ങാമെന്ന്. നമുക്കാണെങ്കിൽ ഒരു ചെറിയ ഡാൻസിൻ്റെ റീൽസ് എടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതാ നേരെ AGV വന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട് നോക്കുവാണ്. ഇന്നാളൊരു ദിവസം ഇതുപോലെ ഡാൻസ് കളിച്ചപ്പോൾ ഏതോ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആളുകൾ ചില്ലറ എറിഞ്ഞു തന്നു കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും കൂവുക, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന നല്ല നല്ല പ്രോത്സാഹനങ്ങൾ. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചേ. നമ്മുടെ വീഡിയോ എടുത്തായിരുന്ന വിസ്മയാണ്. 15 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും അതിനുവേണ്ടി കളഞ്ഞ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് മേലെയായിരുന്നു. അങ്ങനെ വിസ്മയ അവിടുന്ന് കലിപ്പായപ്പോഴേ നമ്മൾ ഒരുവിധം ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഉടുപ്പി വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കേക്കും മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നേരെ കേക്ക് കഴിക്കാനാണ് വന്നത്. ഞാൻ പറഞ്ഞത് കിക്കാറ്റിൻ്റെ ഒരു കേക്കായിരുന്നു. ബാക്കി എല്ലാവരും വേറെ ഏതൊക്കെയോ ടൈപ്പ് കേക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചെങ്കിലും നമ്മുടെ വിശപ്പ് മാറിയിട്ടില്ല. ഇനി എന്തെങ്കിലും എരിവായിട്ട് കഴിക്കണം. അപ്പോഴേ വിസ്മയ കലിപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ലേറ്റായി. ഇനി നമ്മൾ ചെല്ലുമ്പോൾ വാർഡൻ്റെ നിന്ന് വഴക്ക് കിട്ടും. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവൾ നമ്മളോട് പിണങ്ങി കേട്ടോ. അങ്ങനെ മുഖവും വീർപ്പിച്ചിരിക്കുന്ന ഒരു ഭാവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കും ഗൗരിക്കും എന്തിനാണെന്നൊരു തിട്ടമില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് പൊറോട്ടയും ഡ്രാഗൺ ചിക്കനും പിന്നെ എന്തോ ഒരു സാധനമൊക്കെ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് തന്നെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ വേഗം തന്നെ കഴിച്ചു. സത്യത്തിൽ ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു, കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ആടിപ്പാടി പോയത് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. എന്തെങ്കിലുമൊക്കെ റൂമിലേക്കും കഴിക്കാൻ വാങ്ങണ്ടേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കണ്ണിതാ ഇതുപോലത്തെ കുറേ കാറൊക്കെ പെട്ടത് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടേക്ക് ഇങ്ങനെ നോക്കിയെടുക്കുമായിരുന്നു. എൻ്റെ കണ്ണ് മുഴുവൻ ഈ ഒരു സെക്ഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് മുട്ടായി മാഗിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഹോസ്റ്റലിൽ പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആൽഫിയും സീനിയർ ഏച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.